സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ അറിയാം ഇപ്പോൾ കേരളത്തിലെ ജീവിതം ദുരന്തമാണ്, ദുരിതമാണ് എന്ന്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എത്രത്തോളം ഒരു സർക്കാരിന് അധപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം അധപ്പതിച്ച് ആ ഒരു ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മറ്റൊരു കക്ഷി, അതിന് BJP ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, അടുത്ത മന്ത്രിസഭ അവരായി കഴിഞ്ഞാൽ പിന്നീട് ഈ കേരളം ബാക്കി ഉണ്ടാവില്ല. ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് ദുരന്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരെ ഭരിക്കാനോ അതല്ലെങ്കിൽ നന്നായി കേരളത്തെ നോക്കാനോ സമ്മതിക്കില്ല. സമരങ്ങൾ കൊണ്ട്, കുറ്റപ്പെടുത്തുകൾ കൊണ്ട്, ഭീഷണികൾ കൊണ്ട് എടങ്ങേറാക്കിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും കേരളത്തിന് വളരാൻ പറ്റില്ല. സ്വാഭാവികം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ചാൻസ് CPM-ന് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. CPM-ന് ഭരണം കൊടുത്താൽ അടുത്ത 2 വർഷം കൊണ്ട്, അതായത് അവർക്ക് ഭരണം കിട്ടിയ ശേഷം അടുത്ത 2 വർഷം കൊണ്ട് ഇതുപോലുള്ള അജ്ഞാതരാൽ, അതായത് CPM-ന്റെ അണികൾ തന്നെ അജ്ഞാതരായിക്കൊണ്ട് CPM നേതാക്കളെ ഒന്നൊന്നായി വകവരുത്തിക്കൊള്ളും. അങ്ങനെ എല്ലാം ചത്തൊടുക്കി കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ വരും. എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നല്ലൊരു ഭരണ സംവിധാനമായിരിക്കും അതിനുശേഷം വരുന്നത്. അവർ ഭരിക്കും, കേരളത്തിലെ ജനങ്ങളെ ഓർത്തുകൊണ്ട് ഭരിക്കും. സത്യമാണോ ഈ പറയുന്നത്? ഈ CPM-ന്റെ തട്ടിപ്പോയ നേതാക്കളുണ്ടല്ലോ, ആ നേതാക്കളുടെ അതേ അവസ്ഥ തങ്ങൾക്കും വരുമെന്ന് അവർക്കറിയാം. ഒന്ന് പോയി പോയി തരത്തി പോയി കളിക്കടാ. അതറിയാവുന്നത് കൊണ്ട് മാന്യമായ മര്യാദയ്ക്ക് അവർ ഭരിക്കും. നിന്റെ അപ്പൻ വിശ്വസിച്ചു. നല്ലൊരു കേരളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. അതുകൊണ്ടാണ് മൂന്നാമതൊരു അവസരം കൂടി CPM-ന് കൊടുക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അത് ഈ രാജ്യത്തിന്റെ, പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും സ്വസ്ഥമായും സന്തോഷത്തോടെ സുഭിക്ഷമായ ഒരു ജീവിതത്തിന്റെ തുടക്കമാകാൻ വേണ്ടിയിട്ടാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.